what is this live crochet? The first one is, this is completely for beginners. അപ്പോൾ ഞാൻ 10 years മുന്നേ ക്രോഷ്യ പഠിക്കുന്ന സമയത്ത് ഇത് എവിടുന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും, എന്ത് വെച്ച് തുടങ്ങും എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഈവൻ ഇതൊരു നൂല് കൊണ്ട് ചെയ്യുന്ന ക്രാഫ്റ്റാണ്, ഇതിൻ്റെ പേര് ക്രോഷ്യ എന്ന് പോലും അറിയില്ലായിരുന്നു. അതൊക്കെ തന്നെ പഠിച്ചെടുക്കാൻ എനിക്ക് ഒരുപാട് മാസം വർഷങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ ഇപ്പോഴും ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട്. അങ്ങനത്തെവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു എക്സ്പോ ആണിത്. അങ്ങനത്തെവർ നിങ്ങൾക്ക് അവിടെ വരാം. 1 hour ടൈം ഞാൻ തരും. അതിൽ ക്രോഷ്യ വെക്കും, ക്രോഷ്യ ചെയ്യാനും എല്ലാം ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു മണിക്കൂർ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ കഴിയുമോ ഇല്ലേ, നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. സെക്കൻഡ് വൺ ഇസ് യാൺ എക്സ്പീരിയൻസിങ്. ക്രോഷ്യ കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ബുദ്ധിമുട്ട് ഏത് യാൺ യൂസ് ചെയ്യും, ഡിഫറെൻറ്റ് യാൺസ് ഉണ്ടോ, ഏതൊക്കെ കാറ്റഗറി യാൺസ് ആണ്, വെറൈറ്റി യാൺസ് ആണ്, ഡിഫറെൻറ്റ് തിക്നെസ്സിലും ഡിഫറെൻറ്റ് ടെക്സ്റ്റേഴ്സിലൊക്കെ യാൺസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുക, എങ്ങനെയാണ് ഇത് കാണാനുണ്ടാവുക എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു. വർഷങ്ങളോളം ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു യാൺസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ സ്റ്റിൽ ലേണിംഗ് ആണ്. എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് യാൺസും ഡിഫറെൻറ്റ് ടെക്സ്റ്റേഴ്സിലും തിക്നെസ്സിലുള്ള യാൺസ് ഞാൻ അവിടെ ഷോക്കേസ് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ഓൾറെഡി ക്രോഷ്യ കുറച്ച് അറിയാവുന്നവർക്കും കംപ്ലീറ്റ് ബിഗിനേഴ്സിനും വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണാനും തൊട്ട് നോക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് സ്പേസ് ആയിട്ട് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ലാസ്റ്റ് വൺ, കംപ്ലീറ്റ് ബിഗിനേഴ്സ് അവിടെ വന്ന് ഈ ഒരു 1 hour ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ഒരു ബേസിക്സ് പഠിച്ചെടുക്കാൻ കഴിയുന്നവർക്ക്, ഫസ്റ്റ് വരുന്ന 100 ആൾക്കാർക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് ഹാമ്പർ വർത്ത് ₹1000 ഞാൻ നൽകുന്നതായിരിക്കും. എല്ലാവരും കൂടി വന്ന് ഇതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി കഴിഞ്ഞാൽ ഞാൻ അറ്റ് ദ മൊമെൻറ്റ് ഈ ഒരു ലൈവ് എക്സ്പോ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ എൻ്റെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. നല്ല ഇൻറ്റൻഷനിൽ ചെയ്യുന്ന ഒരു എക്സ്പോ നിങ്ങളായിട്ട് തകർക്കരുത്. ഒരുപാട് പേര് പഠിക്കാൻ ആഗ്രഹിച്ച് വരുന്നവരുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കരുത്. ഞാൻ എൻ്റെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് റോ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിലും ഞാൻ അവിടെ റിവീൽ ചെയ്യുന്നതായിരിക്കില്ല, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കില്ല. അതിനുള്ളൊരു എക്സ്പോ അല്ല. നെക്സ്റ്റ് വൺ, ഞാൻ ഇപ്പോൾ അമിഗുർമി ആയാലും ക്രോഷ്യ ആയാലും ഒരുപാട് പ്രോ ലെവലിലും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ സ്റ്റിൽ ലേണിംഗ് ആണ്, എല്ലാം കംപ്ലീറ്റ് ആയി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള ടിപ്സും ട്രിക്സും എല്ലാം അറിയാൻ മാത്രമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അതിനുള്ളൊരു എക്സ്പോ അല്ല. കംപ്ലീറ്റ് ബിഗിനേഴ്സ് വന്നിട്ടാണ് ഈ ഒരു 1 hour സെഷനിൽ ട്രൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അറിയാവുന്നവർ വന്നിട്ട് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിന് മാത്രം വന്ന് ട്രൈ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ അറിയാം നിങ്ങളൊരു ബിഗിനർ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. പിന്നെ യാൺസും ഇതിൻ്റെ ക്രോഷ്യ മെറ്റീരിയൽസ് ഒന്നും അവിടെ സെയിൽ ചെയ്യുന്നതായിരിക്കില്ല. ഞാൻ കുറച്ച് ക്രോഷ്യ പ്രൊഡക്ട്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സെയിൽ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുന്നതുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ട് ഈ ഒരു ക്രോഷ്യ ലൈവ് എക്സ്പോനെ അടിപൊളിയാക്കി കൊണ്ടുവരാം. ഞാനായിട്ട് ഒരുപാട് കാലം മനസ്സിൽ വിചാരിച്ച് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണത്. അതെനിക്ക് NIT കോളേജ് കാലിക്കറ്റിൽ ഇത് നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ എല്ലാവരും ഇതിന് ഹെൽപ്പ് ചെയ്ത് വിജയിപ്പിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.